നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് CBM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും പ്രതി ചേർക്കും. ISRO ചാരക്കേസ് CBI കുറ്റപത്രം കോടതി അംഗീകരിച്ചു. 5 പ്രതികൾക്ക് സമൻസ്. നീറ്റ് വിവാദത്തിനിടെ റദ്ദാക്കിയ പരീക്ഷകൾ വീണ്ടും നടത്താൻ NTA പുതിയ തീയതികൾ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു, ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പാലസ്തീൻ. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കിരീട പോരാട്ടം. ചരിത്ര നേട്ടത്തിനരികെ ഇന്ത്യ. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസും പ്രതിയാകും. അടുത്ത ഘട്ടത്തിലെ കുറ്റപത്രത്തിൽ വർഗീസിനെയും പ്രതി ചേർക്കുമെന്നാണ് വിവരം. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് വർഗീസിനെ പ്രതിയാക്കുക. തൃശൂർ പൊറത്തുശ്ശേരിയിൽ CPMനായി സ്ഥലം വാങ്ങിയതിൽ കള്ളപ്പണം ഉപയോഗിച്ചുവെന്നാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. തികച്ചും തെറ്റായ രീതിയിലുള്ള ഒരു നിലപാടാണ് ED കൈകാര്യം ചെയ്യുന്നത്. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായ എല്ലാ തട്ടിപ്പിനെയും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും യാതൊരു തർക്കമില്ല. അതിനു പകരം ഇവിടെ വിവിധ പ്രതിപക്ഷ നേതാക്കളെയും പാർട്ടികളെയും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് പ്രതി ചേർക്കുന്ന നിലപാടാണ് ED സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മുമ്പ് തന്നെ അറിയാം. ആ തരത്തിൽ ഇപ്പോൾ ED CPMനെ തന്നെ പ്രതിയാക്കി കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പിൽ CPIMന് വലിയ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ വിവരങ്ങൾക്കപ്പുറം എന്താണ് അവർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. മാധ്യമങ്ങൾ പറയുന്നത് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ആദ്യം വിചാരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് 1 കോടി രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള പണം അത് സംബന്ധിച്ചുള്ളൊരു പ്രശ്നമായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതപ്പോൾ അവർക്ക് കൃത്യം തരില്ലാതെ അവർ ഒഴിവാക്കേണ്ടി വന്നു. അത് കേസിൻ്റെ ഭാഗമായിട്ട് പോവുകയും ചെയ്യാം. ഇപ്പോൾ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതായത് പാർട്ടി സംസ്ഥാനത്തുടനീളം ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾക്ക്, 10,000-കണക്കിന് ഘടകങ്ങൾക്ക്, 1, 2, 10, 100 ആയിരക്കണക്കിന് ഘടകങ്ങൾക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ബ്രാഞ്ചിനും ലോക്കലിനും ഒക്കെ യഥാർത്ഥത്തിൽ ഓഫീസും സൗകര്യങ്ങളുമുണ്ട്. അതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല, എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ബ്രാഞ്ച്, ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി അവിടെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടി സ്ഥലം വാങ്ങുന്നുണ്ടെങ്കിൽ ആ സ്ഥലമെല്ലാം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് വാങ്ങുക. അപ്പോൾ ഏത് ബ്രാഞ്ച് ഓഫീസിൻ്റെ രേഖ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് DC-ൻ്റെ പേരിലായിരിക്കും. ലോക്കൽ കമ്മിറ്റിയുടെ സ്വത്ത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയുടെ രേഖ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേരിലായിരിക്കും. ഇതൊരു സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ് കേരളത്തിലുള്ളത്. എല്ലാ ജില്ലകളിലും അങ്ങനെയാണ്. ഇവിടെ ഏതോ ഒരു ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെയോ ഓഫീസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട്, ആ അക്കൗണ്ട് മരവിപ്പിക്കുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊറത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് 13 ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളും വാങ്ങിയത്. ഇതേക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നും ED വ്യക്തമാക്കുന്നു. അതേസമയം കരുവന്നൂർ കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ED തോന്നിയാസം കാണിക്കുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. CPMനെ പ്രതിയാക്കി പുകമറ സൃഷ്ടിക്കാനാണ് നീക്കം. ബ്രാഞ്ച് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വസ്തുവകകൾ വാങ്ങുന്നത് പതിവാണെന്നും ലോക്കൽ കമ്മിറ്റി പിരിച്ചെടുത്ത പണം കൊണ്ടാണ് പൊറത്തുശ്ശേരി ഭൂമി വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ CPMന്റേതുൾപ്പെടെ 29 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തിട്ടുണ്ട്. കൂടുതൽ നേതാക്കളെയും പ്രതിയാക്കിയേക്കും. സംസ്ഥാന സമിതി നേതാക്കളായ MK കണ്ണൻ,
AK മൊയ്തീൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾക്കും ED ഇതുവരെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. അതേസമയം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും MM വർഗീസ് പ്രതികരിച്ചു. EDയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. വാർത്തകൾ പലതും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് വിശദമായി അറിഞ്ഞ ശേഷം കൂടുതൽ പ്രതികരിക്കാം. EDയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും അറിയില്ല. എന്തായാലും EDയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ ചാനൽ വാർത്തകൾ നിങ്ങളുടെ ഭാഗത്ത് ഞാനും കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് പത്രം മാതൃഭൂമി എഴുതിയിട്ട് മനോരമയിൽ ഒരു വാർത്ത കണ്ടു. അതിൽ നമുക്ക് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും അറിയില്ല. നമുക്കൊരു വിവരം കിട്ടിയിട്ടുമില്ല. CPMനെ പ്രതികർത്തി പിന്നെ സ്വത്ത് മരവിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു, ശുപാർശ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യം. ഈ കരുവന്നൂർ വിഷയത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും സജീവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതറിയില്ല, നമുക്കറിയില്ല. ഇങ്ങനെ പൊറുത്തുശ്ശേരി കമ്മിറ്റിയുടെ സ്ഥലം വാങ്ങിയത് ഏറ്റവും വളരെയുണ്ടോ? ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലം വാങ്ങുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ പേരും ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ പാർട്ടിക്ക് പേര്. അതാണ് അതിനെ സംബന്ധിച്ച്. വേറെ ഇതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ സാങ്കല്പികമായിട്ട് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം പറയാനും കഴിയില്ല. വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ, വേട്ടയാണല്ലോ, അതിലെന്താ തർക്കം? അതിപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ അനുഭവമല്ലേ. അപ്പം അതെന്താണെന്ന് അറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. പരീക്ഷാ ക്രമക്കേട് വിവാദത്തിനിടെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കത്തെഴുതി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നീറ്റ് പരീക്ഷ കുട്ടികൾക്കിടയിൽ അനാവശ്യ സമ്മർദ്ദമുണ്ടാക്കുമെന്നും +2 ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലെ മെഡിക്കൽ പ്രവേശനം അനുവദിക്കാവൂ എന്നുമാണ് കത്തിലുള്ളത്. നീറ്റ് റദ്ദാക്കണമെന്ന് തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഇന്ത്യ മുന്നണിയിലെ മന്ത്രിമാർക്കും സ്റ്റാലിൻ കത്തയച്ചത്. തമിഴ്നാടിനെ നീറ്റ് പ്രവേശന പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. നേരത്തെ തന്നെ വിഷയത്തിൽ തമിഴ്നാട് നിയമം പാസാക്കിയിരുന്നെങ്കിലും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. അടുത്തിടെ നീറ്റ് വിഷയത്തിൽ പുറത്തുവന്ന ക്രമക്കേടുകൾ തമിഴ്നാടിന്റെ ആശങ്കകൾ ശരിവെക്കുന്ന തരത്തിലാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. ദേശീയ പരീക്ഷാ ഏജൻസിയിൽ കണ്ടെത്തിയ ക്രമക്കേട് കഠിനാധ്വാനികളായ കുട്ടികൾക്കിടയിൽ സൃഷ്ടിച്ച ആശങ്ക വലുതാണ്. വിഷയം പാർലമെന്റിന്റെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരണം. തമിഴ്നാടിനെ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി പ്രമേയം പാസാക്കണമെന്നും രാഹുലിനുള്ള കത്തിൽ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. കേരളം, ബംഗാൾ, കർണാടക, തെലുങ്കാന, ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രിമാരോടും പിന്തുണ ആവശ്യപ്പെട്ടു സ്റ്റാലിൻ. നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭകളിൽ പ്രമേയം പാസാക്കണമെന്നും അഭ്യർത്ഥിച്ചു. സർവകലാശാലകളിൽ VC നിയമനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് മുന്നോട്ട്. 6 സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. കേരള, MG, ഫിഷറീസ്, അഗ്രികൾച്ചർ, KTU, മലയാളം സർവകലാശാലകളിലേക്കാണ് നിയമന നീക്കം. ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ UGCകളുടെയും ചാൻസലറുടെയും നോമിനികളാണുള്ളത്. നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികളില്ല. സ്വന്തം നിലയ്ക്ക് VC നിയമനത്തിനാണ് ഗവർണറുടെ നീക്കം. Since last one year, there is willful omission on the part of the university authorities, despite repeated reminders. Your channels and newspapers have reported that they were under instruction not to send their representative. So if they are not doing their duty, that should not stop me from doing my duty. My duty is this, that I have waited for long period of time. I have constituted the committee. Now I am not going to speculate. I have done my duty. 4 വർഷ ബിരുദമടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുന്ന ഘട്ടത്തിൽ സർവകലാശാലകളിലെ ഇൻചാർജ് ഭരണം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുകൊണ്ടാണ് സ്ഥിരം VC നിയമനത്തിലേക്ക് ഗവർണർ കടന്നത്. നിലവിൽ കാലിക്കറ്റ് ഒഴികെ ഒരു സർവകലാശാലയിലും സ്ഥിരം VCമാരില്ല.
അതാത് സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തതിനാൽ UGCയുടെയും ചാൻസലർ എന്ന നിലയിൽ തന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സമിതിക്ക് രൂപം നൽകിയത്. സർവകലാശാലകൾ പ്രതിനിധികളെ പിന്നീട് നിർദ്ദേശിച്ചാൽ അവരെ സമിതിയിൽ ഉൾപ്പെടുത്തും. ഗവർണറുടെ അധികാരം കുറിച്ച ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വരുന്നതുവരെ സ്ഥിരം VCമാർ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. അതേസമയം VC നിയമനത്തിലുള്ള ഗവർണറുടെ നീക്കം ജനാധിപത്യത്തിന്റെ മീതെയുള്ള കടന്നുകയറ്റമാണെന്ന് മന്ത്രി R. ബിന്ദു. സർക്കാർ അതിന്റെ നിയമസാധുത പരിശോധിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ക്വാളിറ്റി, മെറിറ്റ് ഒന്നും പരിശോധിക്കാതെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ABVP പ്രവർത്തകർ ആയതുകൊണ്ട് മാത്രം ചില ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നു. കാവ്യവൽക്കരണ ശ്രമങ്ങളെ നിയമപരമായി പ്രതിരോധിക്കും. കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണത്തിനായുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ് പരീക്ഷയിൽ പോലും രാമായണത്തിൽ നിന്നുള്ള അപ്രസക്ത ഭാഗങ്ങളും പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസം ഒക്കെയാണ് ചോദിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള വേദിയായി ഗവർണർമാരായിട്ടുള്ള ചാൻസലർമാരിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ABVP പ്രവർത്തകരാണ് എന്ന കാരണത്താൽ വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്നു. അവരുടെ മെറിറ്റോ കഴിവുകളോ പരിശോധിക്കാതെയാണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്തത്. മുൻകാലങ്ങളിലൊക്കെ ഏറ്റവും നന്നായി പഠിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സായിട്ടുള്ള വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ ഏറ്റവും മികവാർന്ന കലാപ്രതിഭകളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ, അതുപോലെ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും കഴിവ് തെളിയിച്ച കായിക പ്രതിഭകൾ, അവരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെടാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേവലം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരാണ് എന്ന പേരിലാണ് ഈ വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തത്. അതേ രീതിയിൽ തന്നെ ഈ ഹിന്ദുത്വ ഐഡിയോളജിയുടെ പ്രചരണം മുൻനിർത്തി കുറേ പേരെ നോമിനേറ്റ് ചെയ്ത് തിരികെ കയറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ട്രെങ്ത്തായിട്ടുള്ള പോയിന്റുകളിൽ ഒന്നാണ് അതിൻ്റെ സെക്യുലർ വാല്യൂസ്. മതനിരപേക്ഷമായിട്ടുള്ള അന്തരീക്ഷം നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. കേരളീയ സമൂഹത്തിൻ്റെ തന്നെ സവിശേഷത 45% മതന്യൂനപക്ഷങ്ങളുള്ള ഒരു നാട് കൂടിയാണ്. അപ്പം നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരേത് സാമൂഹ്യ വിഭാഗത്തിൽ നിന്നായിക്കോട്ടെ അവർക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിപ്പോൾ നെറ്റ് പരീക്ഷയുടെ ചോദ്യം പോലും പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസവും രാമായണത്തിലെ അപ്രസക്ത ഭാഗങ്ങളുമൊക്കെ ആകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സൃഷ്ടിക്കുക. അത്തരം കാവ്യവൽക്കരണത്തിനുള്ള നീക്കങ്ങൾ തീർച്ചയായും കേരളീയ സമൂഹം പ്രതിരോധിക്കും. നമുക്കതിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി ഈ നിയമസഭ ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ച ഈ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ബില്ല് ഒപ്പുവയ്ക്കാതെ മാസങ്ങളോളം അത് ഫ്രീസ് ചെയ്തു. മാസങ്ങളല്ല, വർഷത്തിലേറെ കാലം ഫ്രീസ് ചെയ്ത് വയ്ക്കുകയും ഒപ്പുവയ്ക്കാൻ വിസമ്മതിക്കുകയും ഒടുവിൽ സുപ്രീം കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണത്. കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമസഭയാണല്ലോ ആക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാലത്തിന് അനുസൃതമായിട്ടുള്ള പരിവർത്തനങ്ങളിലേക്ക് നാം കുതിക്കുകയാണ്. അതിന് സഹായകരമായ രീതിയിലാണ് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ നിയമനിർമ്മാണത്തിനുള്ള നിയമസഭയുടെ അവകാശത്തെ കളിയാക്കി ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചാൻസലർ ഈ പ്രവർത്തനത്തിലൂടെ നടത്തിയത്. ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒപ്പുവെച്ചില്ല. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചു. കേസിലെ 5 പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. ജൂലൈ 26-ന് കോടതിയിൽ ഹാജരാകണം. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥരായ SP SV ജയൻ, DGP സിബി മാത്യൂസ്, DGP RB ശിവകുമാർ, SP KK ജോഷുവ, മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് പ്രതികൾ. FIR-ൽ ഉണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരെ ഒഴിവാക്കി. FIR-ൽ 18 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഗൂഢാലോചന, സ്ത്രീകളോട് മോശമായി പെരുമാറുക, മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചാരക്കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവ് നൽകിയിരുന്നു. CBI മെയ് മാസത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം പൂർത്തിയാക്കിയ CBI തെളിവുകളുടെ അഭാവത്തിൽ നമ്പിനാരായണനെ കുറ്റവിമുക്തനാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ കേസിൽ ഗൂഢാലോചന നടന്നതായി കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്പിനാരായണൻ സുപ്രീം കോടതിയിൽ സ്വകാര്യ ഹർജി നൽകിയത്.
നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങൾക്കിടെ റദ്ദാക്കിയ പരീക്ഷകൾ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി. കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷ UGC നെറ്റ് ഓഗസ്റ്റ് 21 സെപ്റ്റംബർ 4 ഇടയിലും ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയുള്ള തീയതികളിലും നടത്താനാണ് തീരുമാനം. അതേസമയം നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ 2 പേരുടെ അറസ്റ്റ് കൂടി CBI രേഖപ്പെടുത്തി. ജാർഖണ്ഡിൽ പരീക്ഷ നടന്ന ഹസാരിബാഗ് കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ എഹ്സനുൽ ഹക്ക്, വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലം എന്നിവരെയാണ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത്. ജൂൺ 25 മുതൽ 27 വരെ നടക്കേണ്ടിയിരുന്ന ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരുന്നു. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളും പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വിഷയങ്ങളും പരിഗണിച്ചുള്ള തീരുമാനമെന്നായിരുന്നു വിശദീകരണം. ജൂൺ 18 നടന്ന UGC നെറ്റ് പരീക്ഷ ചോദ്യക്കടലാസ് ചോർന്നതിനെ തുടർന്നും 12 നടന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നുമാണ് റദ്ദാക്കിയത്. രാജ്യത്തെ 1205 കേന്ദ്രങ്ങളിൽ നടന്ന UGC നെറ്റ് പരീക്ഷ 11.21 ലക്ഷം പേരാണ് എഴുതിയത്. അതേസമയം നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ ജാർഖണ്ഡിൽ പരീക്ഷ നടന്ന ഹസാരിബാഗ് കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ എഹ്സനുൽ ഹക്ക്, വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലം എന്നിവരെയാണ് വെള്ളിയാഴ്ച CBI അറസ്റ്റ് ചെയ്തത്. മെയ് 5 ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു എഹ്സനുൽ ഹക്ക്. ഈ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും അതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റെന്നും CBI ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച പട്നയിൽ നിന്ന് മനീഷ് പ്രകാശ്, അശുതോഷ് എന്നിവരെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ കമ്മീഷൻ. മുൻ ഡീൻ MK നാരായണൻ, മുൻ അസിസ്റ്റന്റ് വാർഡൻ പ്രൊഫസർ കാന്തനാഥൻ എന്നിവർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ വൈസ് ചാൻസലർക്ക് കൈമാറി. വിഷയത്തിൽ ഡീൻ MK നാരായണൻ കൃത്യമായി ഇടപെട്ടില്ല. അസിസ്റ്റന്റ് വാർഡൻ ഹോസ്റ്റലിൽ ഒന്നും ശ്രദ്ധിച്ചില്ല. വിദ്യാർത്ഥികളുമായി ഒരു ബന്ധവുമില്ലായിരുന്നുവെന്നാണ് അന്വേഷണ കമ്മീഷന്റെ വിമർശനം. ഇരുവരും നിലവിൽ സസ്പെൻഷനിലാണ്. വെറ്റിനറി സർവകലാശാല VC നിയമിച്ചത് 3 അംഗ കമ്മീഷനെയാണ്. സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായത് പൂക്കോട് ക്യാമ്പസിൽ വച്ചാണ്. ചുമതലയുള്ള ഡീനും ഹോസ്റ്റൽ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡനും വീഴ്ച പറ്റിയെന്ന് കാട്ടി സർവകലാശാല ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ നടപടി സ്വീകരിക്കണോ എന്ന് പരിശോധിക്കാനാണ് വൈസ് ചാൻസലറായിരുന്ന PC ശശീന്ദ്രൻ 3 അംഗ അന്വേഷണ കമ്മീഷനെ വച്ചത്. മാർച്ച് 6 കമ്മീഷനെ വച്ചത്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. അക്കാദമിക് ഡയറക്ടർ C ലത അധ്യക്ഷയായുള്ള കമ്മീഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചു. അതിക്രൂരമർദ്ദനം സിദ്ധാർത്ഥൻ നേരിട്ടിട്ടും ഡീൻ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് പ്രൊഫസർ MK നാരായണനെതിരായ കണ്ടെത്തൽ. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ വാർഡനായിരുന്ന ഡോക്ടർ കാന്തനാഥിനും വീഴ്ചയുണ്ടായി. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നാണ് വിമർശനം. അതാണ് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടും വാർഡൻ തിരിച്ചറിയാതെ പോയതെന്ന് റിപ്പോർട്ടിലുണ്ട്. സമാന സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടും അറിയാത്തത് അസിസ്റ്റന്റ് വാർഡന്റെ ജാഗ്രത കുറവാണെന്നാണ് കണ്ടെത്തൽ. ഫെബ്രുവരി 18 സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ 19 വിദ്യാർത്ഥികൾ പ്രതികളാണ്. CBI കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ 1-ാം ടെർമിനലിൽ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരണപ്പെട്ട സംഭവത്തെ തുടർന്ന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് കനത്ത മഴയിൽ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിലെ മേൽക്കൂര തകർന്നു വീണ് ടാക്സി ഡ്രൈവർ മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 5:30 ഉണ്ടായ അപകടത്തെ തുടർന്ന് 1-ാം ടെർമിനലിലെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. ടെർമിനലിൽ യാത്രക്കാർ വരുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മേൽക്കൂരയും ഇരുമ്പ് തൂണുകളും തകർന്നു വീഴുകയായിരുന്നു. പുലർച്ചെ യാത്രക്കാർ കുറവായതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. മരിച്ചയാളുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 3 ലക്ഷം രൂപ വീതവും ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണത്തിന് സാങ്കേതിക കമ്മിറ്റിയെ നിയോഗിച്ചതായി വിമാനത്താവളം അധികൃതർ അറിയിച്ചു. വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 വരെ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്ക് മടക്കി നൽകുന്നതിനും പകരം വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനും സൗകര്യമൊരുക്കിയതായി മന്ത്രി അറിയിച്ചു. സ്വകാര്യ കമ്പനിയായ GMR ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമായ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല. The incident which has happened at Delhi T1 airport, the collapse of
a roof of one of the terminal buildings. It has been a very tragic incident, and I would like to offer my condolences to the family which has lost one life, and also some of them were injured in the incident, and they were immediately taken to the hospital. They were given proper care, and we are taking full care of them so that all the medical facilities that they need are provided. And other than that, we have taken control of the situation, and now T1 has been completely closed. Immediately after the incident happened, all the emergency response teams, NDRF, CISF teams, all the teams have arrived at the site, and they have done what is required so that there's no more damage that gets done. So T1 was totally evacuated, closed for the time being, and all the flight movement has been shifted to T2 and T3. And our initial thought process was that we will take care of all the passengers who were distressed at the time. So whoever's flights got cancelled, they are being given a full refund, and also alternate travel if that is the choice that they provide. And we have taken a decision at the ministry that we are going to pass a circular that whatever refund is there, it has to be provided within 7 days. And also any alternate travel also will be provided according to their choice. And to ensure that this happens, we have set up war rooms right at the airport in T2 terminal and T3 terminal, and we have released a statement from the ministry also which has all these numbers, and we are taking care from the ministry to ensure that these helplines also work every day by placing one officer from our side also in these war rooms. ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 11 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. ഗാസയ്ക്ക് സമീപം റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിലാണ് 11 പേർ മരിച്ചതെന്ന് പാലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 40 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഗാസയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം രൂക്ഷമാണെന്നും പാലസ്തീൻ അധികൃതർ വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പലസ്തീൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹിസ്ബുള്ള പിന്മാറിയാൽ കരാറിന് തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. ലെബനനിൽ യുദ്ധത്തിനല്ല ഇസ്രായേൽ ശ്രമിക്കുന്നത്, മറിച്ച് ഹിസ്ബുള്ളയിലെ ഷിയ ജിഹാദികളുമായുള്ള നയതന്ത്ര ഒത്തുതീർപ്പിനാണെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചു. ലെബനനിൽ ഇസ്രായേൽ സൈനിക ആക്രമണം ആരംഭിച്ചാൽ നശീകരണ യുദ്ധം ആരംഭിക്കുമെന്ന് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അടുത്തിടെ വാഷിംഗ്ടൺ സന്ദർശിച്ചതിന് മറുപടിയായാണ് ഇറാന്റെ പ്രസ്താവന വന്നത്. വടക്കൻ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര പ്രമേയത്തിന് ഇസ്രായേലിന്റെ മുൻഗണന അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ലെബനൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു കരാറിന് ഗാലന്റ് തുറന്നതായി സൂചിപ്പിച്ചു. ലെബനനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ പൗരന്മാരോട് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യമനിൽ 7 ഹൂതി ഡ്രോണുകളും ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ വാഹനവും നശിപ്പിച്ചതായി US സൈന്യം റിപ്പോർട്ട് ചെയ്തു. ദില്ലിയിൽ കനത്ത മഴയെ തുടർന്ന് വസന്ത് വിഹാറിൽ കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട 3 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തു. ചെളിയിൽ പുതഞ്ഞ 2 പേർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു. സന്തോഷ് കുമാർ യാദവാണ് മരിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു അപകടം. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് അഗ്നിശമന സേനയ്ക്ക് വിവരം ലഭിച്ചത്. അഗ്നിശമന സേനയെത്തി സന്തോഷ് കുമാറിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ അടിത്തറ തകരുകയായിരുന്നു. ചെളിയിലും വെള്ളത്തിലും പുതഞ്ഞാണ് തൊഴിലാളികളെ കാണാതായത്. ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും അഗ്നിശമന സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടിലും ഗതാഗത കുരുക്കിലും ഡൽഹി സ്തംഭിച്ചു. അണ്ടർപാസുകളിൽ വെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി. ഫ്ളാറ്റുകളുടെയും ഓഫീസുകളുടെയും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾ പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ പല സ്ഥലങ്ങളിലും വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. സ്പോർട്സ്. ഇനി 2020 ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്. ലെ ലോക ചാമ്പ്യന്മാരാകാൻ ഇന്ത്യ ഇന്നിറങ്ങുന്നു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ബാർബഡോസിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് ഫൈനൽ. 17 വർഷം മുൻപ് തുടങ്ങിയ 2020 ലോകകപ്പിൽ ഇതുവരെ 8 ലോകകപ്പ് ടൂർണമെന്റുകൾ നടന്നു. 3 നായകന്മാർ ഇന്ത്യയെ നയിച്ചു. എന്നാൽ 2007 ജോഹന്നാസ്ബർഗിൽ ധോണിയുടെ നായകത്വത്തിൽ പാകിസ്ഥാനെ വീഴ്ത്തി കന്നി-കിരീടം നേടിയ ആ മഹാവിജയത്തിന്റെ ആവർത്തനം പിന്നീടൊരിക്കലും സംഭവിച്ചില്ല. രണ്ടാമതും 2020 ലോകകപ്പ് കിരീടം തേടിയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ തീർത്ഥാടനം പൂർത്തിയാകുമോ എന്ന് ഇന്നറിയാനാവും.
2013 ശേഷമുള്ള ആദ്യ ICC കിരീടത്തിന് സമയമായെന്ന് കരുതാൻ ഇന്ത്യൻ ആരാധകർക്ക് പല കാരണങ്ങളുണ്ട്. ബാറ്റിംഗിലെ യാഥാസ്ഥിതികവാദം വിട്ട് ട്രെൻഡിന് അനുസരിച്ച് നീങ്ങാൻ പേടിയില്ലാത്ത യുവാക്കൾ, അവർക്ക് വഴികാട്ടാൻ ഉശിരുള്ളൊരു നായകൻ, പന്തെടുത്താൽ തീ തുപ്പുന്ന പേസർമാർ, ഏത് വമ്പനെയും കറക്കി വീഴ്ത്താൻ കെൽപ്പുള്ള ജാലവിദ്യക്കാർ, നായകനായി കിരീടം കൈവിട്ട മണ്ണിൽ ലോക കിരീടവുമായി പടിയിറങ്ങാനൊരുങ്ങുന്ന പരിശീലകൻ രാഹുൽ ദ്രാവിഡ്. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയ്ക്കാകട്ടെ ഇത് ആദ്യ ICC കിരീടത്തിനുള്ള അവസരമാണ്. നായകൻ എയ്ഡൻ മാർക്രത്തിന്റെ മുൻഗാമികളെല്ലാം മഴയിലും കളിയിലും വീണുപോയപ്പോൾ ആ ചരിത്ര നിയോഗം പൂർത്തീകരിക്കാൻ അവർക്ക് ലഭിക്കുന്ന സുവർണാവസരമാണിത്. ഇതാദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ICC ലോകകപ്പ് ഫൈനലിൽ കളിക്കാനിറങ്ങുന്നത്. അപരാജിതരായാണ് ഇരു ടീമുകളും ഫൈനലിലെത്തിയത്. ഇന്ത്യ തുടർച്ചയായി 7 കളികളിൽ ജയിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക 8 മത്സരങ്ങൾ ജയിച്ചു. ഇന്ന് ജയിച്ചാൽ നായകൻ എന്ന നിലയിൽ വിരാട് കോഹ്ലിക്ക് ഒരു പടി മുകളിലേക്ക് ഉയരാനും രോഹിത്തിന് ധോണിക്കൊപ്പം എത്താനും സാധിക്കും. തോറ്റാൽ പിന്നെ വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടി വരും. ഇതോടെ ഗുഡ് ന്യൂസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.